കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 24-ാം തിരുവചനം. The Lord is my portion, says my soul. Therefore I will hope in him. Book of Lamentations, chapter 3, verse 24. പലപ്പോഴും പരാതിയുള്ള ഒരു കാര്യമാണ്, എനിക്ക് ഞാൻ ആഗ്രഹിച്ച വിധത്തിൽ അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ എനിക്ക് ഒരു ഓഹരിയൊന്നും എൻ്റെ വീട്ടിൽ നിന്നോ എൻ്റെ ആളുകളിൽ നിന്ന് കിട്ടിയില്ല. നല്ല മാർക്കാണെങ്കിലും ഞാൻ വിചാരിച്ച രീതിയിൽ എൻ്റെ അധ്യാപകൻ നൽകിയില്ല. അങ്ങനെ പല പരാതികളും നമ്മുടെ മനസ്സിൽ ഉയരാറുണ്ട്. അല്ലെങ്കിൽ വേണ്ടത്ര പ്രോത്സാഹനം എനിക്ക് ലഭിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ആയത് എന്ന് പലപ്പോഴും ഒരു ചിന്തയുണ്ട്. ഇന്നത്തെ ദിവസത്തില് വിലാപങ്ങൾ എന്നാണ് പുസ്തകത്തിന്റെ പേരും എങ്കിലും വലിയ പ്രത്യാശയുള്ള ഒരു വചനം നമുക്ക് ഇന്നത്തെ ദിവസം ആ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. 3-ാം അധ്യായം 24-ാം തിരുവചനം നമ്മെ ഓർപ്പെടുത്തുകയാണ്, കർത്താവാണ് എൻ്റെ ഓഹരി എന്നും അവിടുന്നാണ് എൻ്റെ പ്രത്യാശ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റുപാട് പല ആളുകളും നമ്മെ സഹായിച്ചില്ല, നമ്മളെ കരുതിയില്ല, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തന്നില്ല എന്ന് വിചാരിച്ചാലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നും അവിടുന്ന് നമ്മെ സഹായിക്കുമെന്നും ഉറച്ചു വിശ്വസിക്കാം. നീ ഒന്ന് ആശ്രയിച്ച് നോക്ക്. ഒന്ന് ദൈവസന്നിധിയിലേക്ക് ഒന്ന് ചേർന്ന് നിന്ന് നോക്ക്. അവിടുത്തെ വിശുദ്ധിയോട് ഒന്ന് ചേർന്ന് നിൽക്കുക. നീ അത്ഭുതങ്ങൾ കാണാനായിട്ടും അനുഗ്രഹങ്ങൾ തേടുന്നതും നിനക്ക് കാണാനും സാധിക്കും. അങ്ങനെയല്ലേ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്? അവിടത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാവർക്കും സഹായം, എല്ലാ തരത്തിലും സഹായം കിട്ടുന്ന ഒരാൾക്കാണോ കർത്താവ് സഹായം കൊടുത്തത്? എവിടെന്നെങ്കിലും സൗഖ്യം കിട്ടുന്ന ആൾക്കാണോ കർത്താവ് സൗഖ്യം കൊടുത്തത്? കർത്താവ് അവശത അനുഭവിച്ച, വിഷമം അനുഭവിച്ച, പ്രതിസന്ധിയിലായ മക്കളെ സഹായിക്കാനല്ലേ അവിടുന്ന് കന്നത്. അതുകൊണ്ടാണ് പാപികളെ തേടിയാണ് ഞാൻ വന്നതെന്ന് അത് വചനത്തിൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് ഈ വചനത്തിന്റെ ഒരു പ്രത്യാശ നമുക്ക് ഇന്ന് ബലമാകട്ടെ. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിലും ഏർപ്പെടുന്ന ജോലികളിലും പ്രത്യേകമായിട്ട് ഞാൻ കുട്ടികളെ ഈ ദിവസങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പഠന മേഖലയിലായിരിക്കും, അവരുടെ പരീക്ഷകളിലേക്കൊക്കെ പലരും എക്സാമിനേഷൻ എഴുതി തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ വല്ല പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് ഒത്തിരിയേറെ കുട്ടികൾ ഇവിടെ തന്നെ ഞങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റ് തന്നിട്ടുണ്ട്. അവരെല്ലാം ഓർക്കുന്നു. അത് ആരെയും നിങ്ങൾ നോക്കണ്ട, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് നിങ്ങൾക്ക് ബലം നൽകും, കർത്താവ് നിങ്ങൾക്ക് ശക്തി നൽകും, കർത്താവ് നിങ്ങൾക്ക് പ്രതീക്ഷ നൽകും. വിശ്വാസത്തോടു കൂടി നമുക്ക് സ്വീകരിക്കാം. ആമേൻ. ഈശോ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന്റെ കൃപാവരത്തിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഏറ്റെടുക്കുന്ന അങ്ങാണ് ഞങ്ങളുടെ ഓഹരി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനായിട്ട് ഈ വചനത്തിന്റെ ശക്തിയും ഈ ദിവികാരുടെ ആശീർവാദവും ഞങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും ഈ ശുശ്രൂഷയിൽ പങ്കുചെയ്യുന്ന എല്ലാ മക്കൾക്കും, പ്രത്യേകമായിട്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം